തിരുവനന്തപുരം പേരൂർക്കട പത്മവിലാസം ലൈന് ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. കുടിവെള്ളം മുടങ്ങിയതോടെ 100ഓളം വീടുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സാന്ത്വന സാജു തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള പത്മവിലാസം ലൈനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഒരു 100ഓളം വീടുകൾ ഈ പ്രദേശത്തുണ്ട്. അതിലൊരു ഏതാണ്ട് ഒരു 20ഓളം വീടുകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള അവസ്ഥ ഇതാണ്. പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പേരിന് ഒരു കാറ്റ് പോലും വരാത്ത അവസ്ഥയാണ് ഇവിടുത്തെ പൈപ്പുകളിലൊക്കെ തന്നെയും ഉള്ളത്. ഇവിടുത്തെ ഈ ഒരു ലൈനിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തിരിക്കുന്ന ഏതാണ്ട് 20ലധികം വീടുകളിലാണ് ഈ സമാനമായ പ്രശ്നം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയും വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ്. പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു സ്ഥിതിയിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയും ഉള്ളത്. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടും അവർക്ക് നേരിടുന്നുണ്ട്. 2.5 മാസം കൊണ്ട് ഈ ഡേ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ടാപ്പിൽ വെള്ളമേ ഇല്ല. പിന്നെ രാത്രി എപ്പോഴെങ്കിലും കുറച്ച് വെള്ളം. കുട്ടികളും എല്ലാവരും ഉള്ള വീടുകളാണ് ഇവിടെ ഉള്ള വീടുകളൊക്കെ. അപ്പം സ്കൂളിൽ പോകുന്നവരുണ്ടാവും. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. 2.5 മാസമായിട്ട് സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കഴിഞ്ഞ ഏതാണ്ട് ഒരു 1-2 ആഴ്ചയായിട്ടാണ് ഇത്രയും ഗുരുതരമായ പ്രശ്നം, അതായത് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഇച്ചിരി വലിയ ടാങ്ക് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ 1-2 ദിവസം വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അറിഞ്ഞു തുടങ്ങി. പമ്പ് മോട്ടർ വെച്ചിട്ടാണ് അടിക്കുന്നത് ഞങ്ങൾ. പക്ഷേ ഒരു രീതിയിലും വെള്ളം ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. കാശ് കൊടുത്ത് വെള്ളം വരുത്താണ്. കാശ് കൊടുത്ത് വെള്ളം വരുത്തി അതും നല്ല വെള്ളം കിട്ടുന്നില്ല, അതും ചെളി വെള്ളമാണ്. ഉദ്യോഗസ്ഥ ലെവലിൽ നിന്ന് ഒരു ശ്രദ്ധ ഇല്ല. അവർ ഒരുപക്ഷെ നേരത്തെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നു. അവരുടെ ഭാഗത്ത് ഒരു അനാസ്ഥ തന്നെയാണ്. നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നത് പ്രകാരം അവർ വന്ന് ഏതെങ്കിലുമൊക്കെ വാൽവ് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ നമുക്ക് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 10 വർഷത്തോളമായിട്ട് ഈ പ്രശ്നമുണ്ട്. ഓൺ ആൻഡ് ഓഫായിട്ട് ഇടയ്ക്ക് വെള്ളം വരും, പിന്നെ വീണ്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. വീണ്ടും നമ്മൾ അവർ ഇത്രയും നാളും പരിശോധിച്ചിട്ടും ഇത്രയും സാങ്കേതികവിദ്യ പുരോഗമിച്ചിട്ട് എവിടെയാണ് ഈ പ്രശ്നമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് വളരെ കഷ്ടമാണ്. 2 ആഴ്ചയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഇവരുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സാന്ത്വന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.